ജയേട്ടൻ ഇപ്പൊ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ, ഇപ്പൊ ഞങ്ങളുടെയൊക്കെ കൗമാര യൗവനങ്ങളിൽ യേശുദാസിന്റെയും ജയേട്ടന്റെയും ശബ്ദം കേട്ട് അവരുടെ പാട്ടുകൾ കേട്ട് വളർന്ന ആൾക്കാരാണ്. എന്നെയൊക്കെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ എന്നെയൊക്കെ സിനിമയിലേക്ക് അടുപ്പിച്ചത് ഈ പാട്ടുകളായിരുന്നു എന്ന് പറയാം. ചലച്ചിത്ര ഗാനങ്ങളാണ് സിനിമയിലേക്ക് നമ്മൾ എത്തിച്ചതിൽ ഒരു ഘടകം. അത്രമാത്രം അന്നത്തെ പാട്ടുകൾക്ക് അഡിക്റ്റ് ആയിരുന്നു ഞാനൊക്കെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ. ഇപ്പൊ ജേട്ടന്റെ മഞ്ഞളയിൽ മുങ്ങിത്തോർത്തി മുതൽ രാഷ്ട്രഭാഷ നോക്കി ആ കാലഘട്ടത്തിൽ വന്നിട്ടില്ല. ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അത്രമാത്രം ആ പാട്ടുകൾ ഹൃദയത്തിൽ കൊണ്ടുവരുന്ന ആളാണ്. ഞാൻ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിലാണ് പഠിച്ചത്. എന്റെ വീട് കൊടുങ്ങല്ലൂരാണല്ലോ. അപ്പൊ ജയേട്ടൻ ഇരിഞ്ഞാലക്കുടക്കാരനാണ്. ജയേട്ടനും ക്രൈസ്റ്റ് കോളേജിലാണ് പഠിച്ചിരുന്നത്. അപ്പൊ അന്ന് ജയേട്ടൻ പഠിച്ച കോളേജിൽ പഠിക്കുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷമായിരുന്നു എനിക്ക്. പിന്നീട് മദ്രാസിലെത്തി. മദ്രാസിൽ വെച്ചിട്ട് ജയേട്ടൻ ഒരു സ്റ്റുഡിയോയിൽ പാട്ടിന് റെക്കോർഡിങ്ങിന് വന്നപ്പോഴാണ് ഞാൻ ചെന്ന് അങ്ങോട്ട് കണ്ട് പരിചയപ്പെടുകയായിരുന്നു. ഞാൻ അന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാണ് സേതുമാർ സാറിന്റെ കൂടെ. അപ്പോ അന്ന് തൊട്ടിട്ട് വലിയൊരു വാത്സല്യവും സ്നേഹവും ചേട്ടനപ്പൊ എന്നോട് കാണിക്കുമായിരുന്നു എപ്പൊ കാണുമ്പോഴും. എനിക്കൊരു അത്ഭുതം ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ദാസേട്ടനെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിലും ദാസേട്ടൻ നമുക്ക് അപ്രാപ്യനായിരുന്നു. നമുക്ക് കാണാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ അസിസ്റ്റന്റ് ഡയറക്ടറായിരിക്കുന്ന കാലത്ത്. പക്ഷെ ജയേട്ടൻ അങ്ങനെ ആയിരുന്നില്ല. ജയേട്ടനെ പലപ്പോഴും ഞാൻ മദ്രാസിലെ ഈ എന്താ സ്ട്രീറ്റിലെ മുറുക്കാൻ കടയിൽ മുറുക്കാൻ വാങ്ങിക്കാൻ നിൽക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അവിടെ ചെന്ന് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട്. അപ്പൊ അങ്ങനെ വളരെ ജനകീയനായിട്ട് ജീവിച്ച ഒരാളാണ് അദ്ദേഹം. വലിയ ഗായകനായിരിക്കുമ്പോൾ തന്നെ. ഞാൻ സംവിധായകനായതിനു ശേഷം എന്റെ ആദ്യകാലത്ത് സിനിമകളിലൊന്നും ജയേട്ടൻ പാടിയിട്ടില്ല. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചത് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ പാടിയിട്ടില്ലായിരുന്നു. പിന്നീട് കുറച്ച് കാലത്തിന് ശേഷം കുറെ പടങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ദിവസം ചേട്ടനും മദ്രാസിൽ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ വേറെ എന്തൊരു കാര്യത്തിന് ചേട്ടൻ വന്നപ്പോൾ അവിടെ വെച്ച് യാദൃശ്യമായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ ഭയങ്കര ശകാരിച്ചു ചേട്ടൻ. നീ ഒന്നും എന്നെ പാടാൻ വിളിക്കില്ലല്ലോ എന്ന് ചോദിച്ചിട്ട്. സത്യത്തില് ഞാൻ ആദ്യം തമാശയൊക്കെ എടുത്തു. പക്ഷെ അത് അദ്ദേഹം ഹൃദയത്തിൽ തട്ടിച്ച് പറഞ്ഞതായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് നീന്റെ റൂമിലെന്ന് പറഞ്ഞിട്ട് എന്റെ റൂമിൽ വരികയും കുറെ നേരം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു. അപ്പൊ അന്ന് ആ സമയത്ത് മലയാളത്തിൽ അദ്ദേഹത്തിന് സിനിമാ പാട്ടുകൾ കുറവായിരുന്നു. ഭക്തിഗാനങ്ങളും ലളിതഗാനങ്ങളൊക്കെയാണ് കൂടുതൽ പാടിക്കൊണ്ടിരുന്നത്. തമിഴിലും തെലുങ്കിലൊക്കെ പാടുന്നുണ്ടായിരുന്നു. അപ്പോ എന്റെ ശബ്ദം കുഴപ്പമായി എന്നൊക്കെയുള്ള രീതിയിലൊക്കെ എന്നോട് ഇങ്ങനെ വൈകാരികമായിട്ടൊക്കെ സംസാരിച്ചു. അപ്പൊ ഒന്നുമല്ല ജയത്തിന്റെ പാട്ടുകൾ എപ്പോഴും നമുക്ക് വലിയ ഇഷ്ടമാണെന്ന് പറയും. ഞാനപ്പോ നമ്മളെ അടുത്ത പടം കുറവായിരുന്നു. അപ്പൊ അതിൽ കമ്പോസിങ്ങിന് വിദ്യാസാഗരെ ചേർത്ത വിദ്യാസാഗർ പറഞ്ഞു ജയത്തിന് എന്തായാലും ഈ പടത്തിൽ പാടിയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ വിദ്യാസാഗറും അതല്ലേ പറഞ്ഞു. കാരണം തമിഴിലൊക്കെ മനോഹരമായ പാട്ടുകൾ പാടിയിട്ടുള്ള അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല അധികം വിദ്യാസാഗറിന്. അങ്ങനെയാണ് ഞങ്ങൾ പ്രായം തമ്മിൽ മോഹൻ നൽകി എന്നുള്ള നിറത്തിലെ പാട്ട് അദ്ദേഹത്തെ കൊണ്ട് പാടിക്കുന്നത്. അതിന്റെ റെക്കോർഡിങ് എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റില്ല. കാരണം രാവിലെ ഞങ്ങൾ ഓർക്കസ്ട്രേഷനൊക്കെ തുടങ്ങിയിട്ട് വൈകിട്ട് 6 മണിയാകുമ്പോൾ ചേട്ടനെ പാടാൻ വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഓർക്കസ്ട്രേഷൻ ഒന്നും വർക്ക് തീർന്നിട്ടുണ്ടായിരുന്നില്ല. രാത്രി ഒരു 12 മണിക്കാണ് ചേട്ടൻ ആ പാട്ട് പാടുന്നത് എന്നുള്ളതാണ്. അപ്പോഴാണ് റെഡിയായത്. വോയിസ് മിക്സിങ്ങിന് വേണ്ടിയിട്ട് ടൈം റെഡി ആയത് അപ്പോഴാണ്. ചേട്ടന് 8 മണിക്ക് സ്റ്റുഡിയോയിൽ വന്നതാണ്. ഞാൻ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു റെഡിയാകുമ്പോൾ വിളിക്കാനായിട്ടാന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ വന്നോളാന്ന് പറഞ്ഞ സ്റ്റുഡിയോയിൽ വിദ്യാസാഗർ സ്റ്റുഡിയോയിൽ വന്നിരുന്നു. ജേട്ടൻ 12 മണിക്കാണ് ആ പാട്ട് പാടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അത്രയും യങ് ആയിട്ടുള്ള വോയിസ് രാത്രി 12 മണിക്കാണ് അദ്ദേഹം പാട്ട്. അല്ല, അതാണ് ശ്രീ കമൽ സാർ, നമ്മൾ നേരത്തെ ഐ.എം. വിജയൻ സംസാരിച്ചിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഫുട്ബോൾ പരിപാടിയിൽ ഇടവേളയിൽ ഒരു പക്കമേളവും ഇല്ലാതെ ഈ പാട്ട് ജയേട്ടൻ അന്ന് പാടിയതാണ്. ഗാലറി ഇങ്ങനെ എന്താ പറയുക ആർത്തിരമ്പുമായിരുന്നു. ഈ നിറമെന്ന സിനിമയുടെ വിജയത്തിൽ തന്നെ ഒരു നിർണായക ഘടകമായിരുന്ന പാട്ടായിരുന്നു അതല്ലേ? തീർച്ചയായിട്ടും. ഒരു സക്സസിന് ആ പാട്ട് വലിയൊരു ഘടകമായിരുന്നു. കാരണം തിയേറ്ററിലൊക്കെ തന്നെ അതേപോലെ കയ്യിലായിരുന്നു. അങ്ങനെ ചേട്ടൻ മനോഹരമായിട്ട് പാടി. വിദ്യാസാഗറിന്റെ മ്യൂസിക്കും അതേപോലെ ഉണ്ട്. നല്ല താളക്കൊഴുപ്പുള്ള പാട്ടും. എന്നാൽ അത് നല്ല മെലഡിയുള്ള ഒരു സോങ്ങുമാണ്. അതിന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് അതിനുശേഷം ആ സിനിമ തെലുങ്കില് റീമേക്ക് ചെയ്തു. തെലുങ്കില് അവര് ആവശ്യപ്പെട്ടത് അതിന്റെ ബാക്കി പാട്ടുകളൊക്കെ ചെയ്ത് കീരവാണിയാണ്, നമ്മുടെ മരകതമണിയാണ്. അപ്പോ ഈ പാട്ട് വിദ്യാസാഗറിന്റെ ട്രാക്ക് അദ്ദേഹം കീരവാണി വാങ്ങിച്ചിട്ട് ഈ പാട്ട് തന്നെ ട്രാക്ക് തന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് ജയേന്ദ്രനെ കൂടുതൽ തന്നെയാണ് അദ്ദേഹം പാടിച്ചത്. തെലുങ്കിലും ആ പാട്ട് വലിയ ഹിറ്റായിരുന്നു എന്നുള്ളതാണ്. ആ വർഷത്തെ മികച്ച ഗായകനുള്ള അവാർഡ് ജയേട്ടന് കിട്ടുകയും ചെയ്തു നിറത്തിലെ പാട്ടിലൂടെ. അപ്പൊ ആ അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ 1978 അതിനു മുമ്പ് ജയേട്ടന് മികച്ച ഗായകനുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുള്ളത് ബന്ധനം എന്ന് പറഞ്ഞ സിനിമയിലൂടെ എംടിയിലെ. 22 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. അതിനിടയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയിരുന്നു 86 അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. പക്ഷെ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത് ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണ്. പിന്നീട് 2-3 പ്രാവശ്യം അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുകയും ചെയ്തു വേറെ പടങ്ങളിൽ. എനിക്കൊരു സന്തോഷമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുശേഷം വന്ന എന്റെ കുറെ മികച്ച ഗാനങ്ങൾ ജയേട്ടൻ പാടി എന്നുള്ളതാണ്. ഒന്ന് കലായി കടവത്തേൽ ട്യൂണില്, അതും വലിയ ഹിറ്റായ പാട്ട്. അതുപോലെ തന്നെ മോഹൻ സുധാരുടെ ട്യൂണില് അമ്മ മനസ്സ് തങ്ക മനസ്സ് എന്ന് പറഞ്ഞിട്ട് രാപ്പകലിലെ പാട്ട്.
അതുപോലെ തന്നെ ഗ്രാമഫോണിൽ വിദ്യാസാഗറിന്റെ തന്നെ അതെ. അതെ എന്റെ ഒന്നും മിണ്ടിയില്ല എന്നുള്ള പാട്ട്, അത് നമുക്കറിയാം ഒരു കവാലി ഹിന്ദുസ്ഥാനി സ്റ്റൈലിലുള്ള ഒരു പാട്ടാണ്. പക്ഷെ അത് ചേട്ടൻ മനോഹരമായിട്ട് പാടി. അതിൽ തന്നെ രമേശ് നാരായണന്റെ പൊന്നുഷത്ത് എന്നുള്ള മേഘമൽകാറിലെ പാട്ട്, പിന്നെ മോഹൻസുകാരുടെ തന്നെ കറുത്ത പക്ഷികളുടെ പാട്ടുണ്ട്. അങ്ങനെ കുറെ പാട്ടുകൾ ചേട്ടൻ പിന്നെ എനിക്ക് വേണ്ടി പാടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ചേട്ടന്റെ ഒരു രണ്ടാം വരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സംഭവിച്ച നിറത്തിലൂടെ ആണെങ്കിലും അതിനുശേഷം മനോഹരമായ പാട്ടുകൾ ആദ്യകാലത്ത് പാടിയ പോലെ തന്നെ ചേട്ടൻ പാടി എന്നുള്ളതാണ്. പുതിയ തലമുറയുടെ ഒപ്പൊക്കെ തന്നെ പാടി. നമുക്കറിയാലോ ഓലഞ്ഞാലിക്കുരി വരെ അവസാനം അദ്ദേഹം പാടിയ ഏറ്റവും മികച്ച പാട്ടുകളിൽ ഒന്നാണല്ലോ അത്. അപ്പോൾ രണ്ട് കാലഘട്ടത്തിലെ മികച്ച ഗാനങ്ങൾ, എത്രയോ മികച്ച ഗാനങ്ങൾ അദ്ദേഹം പാടി എന്നുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നത് ജയേട്ടന്റെ മറ്റൊരു പ്രത്യേകത നമുക്ക് എല്ലാവരും പറയുന്ന ഒരു കാര്യമുള്ളൂ. യേശുദാസ് ഒരു വൻ വൃക്ഷമായിട്ട് ഇങ്ങനെ പടർന്നു നിൽക്കുന്ന സമയത്ത് ആ വലിയ മരത്തിന്റെ ചുവട്ടിൽ ചെറിയ ചെടികളൊന്നും വളരില്ല എന്നുള്ളത് ഇതുപോലെ മറ്റു ഗായകരെ എല്ലാവരും അപ്രസക്തരാകുന്ന ഒരു കാലഘട്ടത്തിലും മറ്റൊരു ഒരു ഒറ്റമരമായിട്ട് ജയേട്ടൻ ഇങ്ങനെ നിൽക്കുകയായിരുന്നു ദാസന്റെ ഒപ്പം. യേശുദാസിനോടൊപ്പം വ്യത്യസ്തമായി യേശുദാസിനെ ഒരു രീതിയിലും അനുകരിക്കാത്ത ഒരു ഗായകനായിരുന്നു ജയേട്ടൻ എന്നുള്ളതാണ് മറ്റൊരു ഏറ്റവും വലിയൊരു പ്രത്യേകത. അദ്ദേഹത്തിന്റെ വേറിട്ട ശബ്ദം, അദ്ദേഹത്തിന്റെ ഭാവം, അതുകൊണ്ട് തന്നെയല്ല അദ്ദേഹത്തെ ഭാവഗായകൻ നമ്മൾ വിളിക്കാൻ തുടങ്ങിയത്. പാടുമ്പോണ്ടാകുന്ന ഒരു ഭാവം ഭയങ്കരമാണ്. അതെല്ലാം മ്യൂസിക് ഡയറക്ടേഴ്സ് പറയുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം ചേട്ടൻ എപ്പോൾ സംസാരിക്കുമ്പോഴും വ്യക്തിപരമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ MS വിശ്വനാഥനെ കുറിച്ച് പറയും, ദേവരാജ മാഷിനെ കുറിച്ച് പറയും. ഇതൊക്കെ പറയുമ്പോൾ തന്നെ അവരോടൊക്കെ ഉള്ളൊരു ഗുരുഭക്തിയും ഭയങ്കരമായിരുന്നു. ചേട്ടന് അങ്ങനെയൊക്കെ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. പിന്നെ സുശീലാമ്മയെ കുറിച്ച് പറയും. അതുപോലെ തന്നെ പലപ്പോഴും ഒറ്റക്കൊക്കെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ചേട്ടൻ എപ്പോഴും റഫി സാബിന്റെ പാട്ടുകൾ പാടും. അദ്ദേഹത്തിന്റെ പാട്ടുകളല്ല അധികം പാടുക, വെറുതെ ഇരുന്നിട്ട് റഫി സാബിന്റെ. അപ്പൊ ഞങ്ങളൊക്കെ പറയും ചേട്ടൻ ഒന്ന് പാടുക കേട്ടോ എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ റഫി സാബിന്റെ പാട്ട് അദ്ദേഹം പാടും. അത് അദ്ദേഹത്തിന് ഒരു ഇഷ്ടമായിരുന്നു അങ്ങനെ. അപ്പൊ എപ്പോഴും മനസ്സിൽ സംഗീതം കൊണ്ടു കിടക്കുന്ന ഒരാളായിരുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ജയേട്ടന് വേറെ ഒരു ലോകത്തെ കുറിച്ചൊന്നും അറിയില്ല. എന്തെങ്കിലും സമകാലീന രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടന് അതിനെ കുറിച്ചൊന്നും യാതൊരു പിടിയുണ്ടാവില്ല. അദ്ദേഹത്തിന് പാട്ടുകളെ കുറിച്ച് മാത്രമേ അറിയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആ പാട്ടിന്റെ സംഗീതത്തിന്റെ ലോകത്ത് ജീവിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു. ശരി, എന്തായാലും അങ്ങേപ്പോലുള്ളവർക്ക് ഏറ്റവും മനോഹരമായ ഗാനങ്ങൾ അങ്ങയുടെ ചിത്രത്തിലൊക്കെ ശ്രീ ജയചന്ദ്രൻ സമ്മാനിക്കാൻ കഴിഞ്ഞു എന്നത് വലിയൊരു ഒരു ഭാഗ്യമായി കൂടി കരുതാവുന്നതാണ്. നമ്മളൊക്കെ ഒരു പുണ്യമായിട്ട് കണക്കാക്കാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരെയൊക്കെ ശബ്ദം ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത്. അതെ, ഈ സങ്കടത്തിന്റെ നിമിഷത്തിലും അതാണ് വലിയ ആശ്വാസം. വളരെ നന്ദി ശ്രീ കമൽ.